friends, welcome to Neethas Tasteland. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിൽ മിക്കവാറും ബ്രെഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എല്ലാ വീടുകളിലും എപ്പോഴും ഉണ്ടാവുന്നതാണ്. ഈ രണ്ട് സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നമുക്കിപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഉണ്ടാക്കാൻ അധികം ബുദ്ധിമുട്ടില്ല. നമ്മുടെ മറ്റുള്ള കട്ട്ലറ്റ്സ് ഉണ്ടാക്കുന്ന അത്രയും ബുദ്ധിമുട്ടില്ലാത്ത റെസിപ്പിയാണ് നമ്മുടെ പൊട്ടറ്റോ ബ്രെഡ് കട്ട്ലറ്റ്. അപ്പോൾ സാധാരണ നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ ഒന്നുകിൽ നമ്മൾ മുട്ട ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ മൈദമാവിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ടാണ് കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ബ്രെഡ് ക്രംസിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ബ്രെഡും ഉരുളക്കിഴങ്ങും എല്ലാം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ എഗ്ഗ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ഇതൊരു പ്യൂർ വെജ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈസി ആയിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള പൊട്ടറ്റോ ബ്രെഡ് കട്ട്ലറ്റ് റെഡിയാക്കുക എന്ന് നോക്കാം. നമുക്ക് നമ്മുടെ കട്ട്ലറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഈ വലിപ്പത്തിലുള്ള ബ്രെഡ് സ്ലൈസ് 6 എണ്ണം എടുത്തപ്പോഴാണ് നമ്മൾ ഇത്രയുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളത്. അതിലേക്കായിട്ട് ഒരു സവാള, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഈ വലിപ്പത്തിലുള്ള 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി, അയമോദകം, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാലപ്പൊടി. പിന്നെ നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ഉപ്പ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം. പിന്നെ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം, ഇഞ്ചി മാത്രം ചേർക്കുന്നതിന് പകരമായിട്ട്. പിന്നെ നമ്മൾ സാധാരണ എല്ലാ കട്ട്ലറ്റിലും ചേർക്കുന്ന പോലെ ഈ ഒരു കട്ട്ലറ്റിൽ നമ്മൾ പെരിഞ്ജീരകം അല്ല ചേർക്കുന്നത്, അയമോദകമാണ്. അപ്പോൾ നമുക്ക് ആദ്യം സവോളയും പച്ചമുളകും ഇഞ്ചിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പം കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് കട്ട് ചെയ്യാതെ എടുത്ത് വെച്ചത്. അപ്പോൾ നമുക്ക് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും നമ്മൾ കട്ട്ലറ്റിന് കട്ട് ചെയ്യുന്ന പോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്യാം. പിന്നെ ഇതിൽ കറിവേപ്പിലേക്ക് പകരം മല്ലിയില ചേർക്കണമെങ്കിൽ നമുക്ക് മല്ലിയില ചേർക്കാം. ഞാനിപ്പോൾ കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ സവോള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, സാധാരണ നമ്മൾ കട്ട്ലറ്റിന് കട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ. അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ സാധാരണ എല്ലാ കട്ട്ലറ്റും ചെയ്യുന്ന പോലെ ഇത് ഓയിലിൽ സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഒരു ബൗളിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ബ്രെഡ് എടുക്കുമ്പോൾ നമുക്ക് ബ്രെഡ് പൊടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചെടുക്കാം. കട്ട്ലറ്റിന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുമ്പോൾ പൊടിക്കുന്ന പോലെ ഫൈനായിട്ട് അങ്ങ് പൊടിയരുത്, ചെറിയ തരികൾ വേണം. അതുകൊണ്ട് ഞാനിപ്പോൾ കൈ കൊണ്ടാണ് പൊടിക്കുന്നത്. മിക്സിയിൽ നമ്മൾ പൊടിക്കുകയാണെങ്കിൽ വേഗം തന്നെ പൊടിഞ്ഞു പോകും, ബ്രെഡ് ക്രംസ് ആയി പോകും. അതുകൊണ്ടാണ് കൈ കൊണ്ട് പൊടിക്കുന്നത്. വൈറ്റ് ബ്രെഡ് വേണമെങ്കിൽ വൈറ്റ് ബ്രെഡ് യൂസ് ചെയ്യാം, വീറ്റ് ബ്രെഡ് വേണമെങ്കിൽ വീറ്റ് ബ്രെഡ് യൂസ് ചെയ്യാം. അതിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഏത് ബ്രെഡ് യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഏത് ബ്രെഡാണോ ഉള്ളത് ആ ബ്രെഡ് യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മൾ പൊടിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കൈ കൊണ്ട് പതുക്കെ തിരുമ്മി എടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് പൊടിഞ്ഞു കിട്ടും. അപ്പോൾ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ ബ്രെഡ് വാങ്ങിക്കുന്ന പോലെ തലേ ദിവസത്തെ ബ്രെഡ് വേണം എന്നൊന്നുമില്ല. ഇന്നത്തെ പുതിയ ബ്രെഡ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ 6 ബ്രെഡ് സ്ലൈസും. ഇപ്പോൾ നമ്മൾ നമ്മുടെ 6 ബ്രെഡ് സ്ലൈസും ഇതുപോലെ പൊടിച്ചെടുത്തു. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് കിടന്നാലും കുഴപ്പമില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഴച്ച് വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, സവോള, അതുപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില എല്ലാം ചേർക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പാണ്. ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അയമോദകം, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ. ഇപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ കുറച്ച് അളവ് കുറച്ച് ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട്ലറ്റിന് എരിവ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ മാത്രം നമ്മൾ അവസാനമേ ചേർക്കുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ടൊരു കൺസിസ്റ്റൻസി നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു മിക്സ് കറക്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നത്. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർക്കാം. പക്ഷെ കുറച്ചുകൂടി നല്ലത് കോൺഫ്ലവർ ചേർക്കുമ്പോഴാണ്. നമ്മുടെ കട്ട്ലറ്റിന്റെ പുറം ഭാഗത്തിന് ഒരു ക്രിസ്പിനെസ് ഉണ്ടാവും കോൺഫ്ലവർ ചേർക്കുമ്പോൾ. ഇതിലേക്ക് നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് ചേർക്കാം.
ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് പൊടി കുഴക്കില്ലേ അതുപോലെ മിക്സ് ആയി കിട്ടണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് കോൺഫ്ലവർ ചേർക്കാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർത്താലേ നമുക്ക് കുഴച്ച് ഉരുട്ടിയെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമ്മൾ കോൺഫ്ലവർ ചേർക്കുള്ളൂ. അപ്പോൾ ഓരോ ഉരുളക്കിഴങ്ങിലെയും മോയ്സ്ചർ കണ്ടന്റിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചേർക്കുന്ന അളവ് തന്നെ ആവണമെന്നില്ല. നിങ്ങളിപ്പോൾ കോൺഫ്ലവറിൻ്റെ അളവ് ചേർക്കുമ്പോൾ അതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഇപ്പോൾ ഇതുണ്ടോ, നമുക്ക് നമ്മുടെ ചപ്പാത്തി മാവ് പോലെ ആക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഉരുളക്കിഴങ്ങ് ചേർത്തപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുഴച്ചെടുത്താലേ ചപ്പാത്തി മാവ് പോലെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കോൺഫ്ലവർ ചേർക്കാൻ പോവാണ്. ആദ്യം 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചപ്പാത്തി മാവിന്റെ പാകത്തിലായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ചപ്പാത്തി മാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ചപ്പാത്തി മാവല്ല, നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചിരിക്കുന്ന പോലെ ആക്കിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോഴും നമ്മുടെ കൺസിസ്റ്റൻസി കറക്റ്റ് ആയിട്ടില്ല, നമുക്ക് കറക്റ്റ് ആക്കി എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യം കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും മതി, ഇപ്പോൾ ആവശ്യത്തിനായിട്ടുണ്ടെന്ന് വിചാരിക്കും. പക്ഷെ നമ്മളത് കുഴച്ച് വരുമ്പോഴായിരിക്കും ഉരുളക്കിഴങ്ങ് ഈ കോൺഫ്ലവർ അങ്ങ് വലിച്ചെടുക്കുന്നത്. അതനുസരിച്ച് നമ്മൾ വീണ്ടും കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഇതുപോലെ കുഴച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ ചൂടാക്കി കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കിയിട്ട് ഉടനെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കട്ട്ലറ്റിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റണം. ഇതാണ് ഞാൻ പറഞ്ഞ ചപ്പാത്തി മാവിൻ്റെ പാകം എന്ന് പറഞ്ഞത്. അപ്പോൾ കോൺഫ്ലവർ ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂൺ ചേർത്തപ്പോഴാണ് ഇതുപോലെ ആയത്. ഇനിയിപ്പോൾ നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, അതിന് ഉപ്പുണ്ടോ എരിവ് കുറവുണ്ടോ എങ്ങനെയാണെന്നുള്ളത്. എരിവ് കുറവാണെങ്കിൽ നമുക്ക് മുളക് പൊടി അല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനതൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്തൊന്ന് കുഴച്ചെടുക്കാം. എരിവ് ആവശ്യത്തിനുണ്ട്, അപ്പോൾ ഉപ്പ് മാത്രമേ കുറവുള്ളൂ. ഇത് കുഴച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുഴച്ചിട്ട് ഉടനെ തന്നെ നമുക്ക് കട്ട്ലറ്റ് ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാനിത് കൈയൊക്കെ നന്നായി കഴുകിയതിന് ശേഷം കയ്യിൽ കുറച്ച് എണ്ണ തടവിട്ട് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കട്ട്ലറ്റ് പരത്താൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടാൻ എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും, കറക്റ്റായിട്ട് പരത്തി എടുക്കാൻ പറ്റില്ല. അപ്പോൾ കൈ നന്നായി കഴുകി തുടച്ചതിന് ശേഷം കുറച്ച് എണ്ണ തടവുക. അതിനുശേഷം മാത്രം കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഇനി നമുക്ക് കട്ട്ലറ്റ് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നമ്മൾ കയ്യിലൊന്ന് തടവിയതിന് ശേഷം കട്ട്ലറ്റിൻ്റെ മിക്സ് എടുക്കുക. നമുക്ക് ഏത് വലിപ്പത്തിൽ വേണം അല്ലെങ്കിൽ ഏത് ഷേപ്പിൽ വേണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം. ഞാനിപ്പോൾ കുറച്ച് തിക്നെസ് ഉള്ള രീതിയിൽ റൗണ്ടിൽ തന്നെയാണ് കട്ട്ലറ്റ് റെഡിയാക്കുന്നത്. നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഷേപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ബോൾ ഉരുട്ടിയെടുത്തതിന് ശേഷം പരത്തിയെടുക്കുക. ഇത്ര ബുദ്ധിമുട്ടേ ഇല്ല, ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഏത് വലിപ്പത്തിലുള്ള കട്ട്ലറ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ കുറച്ച് തിക്നെസ്സിൽ ഈ ഒരു വലിപ്പത്തിലാണ് ഈ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് വെച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് അടുത്തത് റെഡിയാക്കാം. അപ്പോൾ അടുത്തത് റെഡിയാക്കുമ്പോൾ നമ്മൾ വീണ്ടും കയ്യിൽ കുറച്ച് എണ്ണ തടവുക, കുറച്ച് മിക്സ് എടുക്കുക, അത് നന്നായിട്ട് ബോൾ ഷേപ്പ് ആക്കി എടുക്കുക. കൈയുടെ നടുവിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ എല്ലാ കട്ട്ലറ്റുകളും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ കട്ട്ലറ്റിന് തിക്നെസ് അധികം താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത്രയും തിക്കായിട്ട് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ ബോൾ റെഡിയായി. ഇനി നമ്മളത് ഈ കൈയുടെ നടുഭാഗം വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം സൈഡ്സ് ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മുടെ അടുത്ത കട്ട്ലറ്റും റെഡിയായി. ഇതുപോലെ ഞാൻ ഈ കട്ട്ലറ്റ്സ് മുഴുവൻ റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ കട്ട്ലറ്റ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പരത്തിയെടുത്തപ്പോൾ ഈ വലിപ്പത്തിൽ 9 കട്ട്ലറ്റും പിന്നെ ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടി. ആകെ നമുക്ക് 10 കട്ട്ലറ്റ് ഈ ഒരു വലിപ്പത്തിലാണെങ്കിൽ കിട്ടും. പിന്നെ കുറച്ചുകൂടി എണ്ണം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിപ്പം കുറയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ പ്ലേറ്റിൽ 9 എണ്ണം വെച്ചിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം ബൗളിലേക്ക് തന്നെ വെച്ചു. ഇനിയിപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചു. എപ്പോഴും ഫ്രൈ ചെയ്യുന്ന റെസിപ്പികളും ചെയ്യുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണിത്. എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളിൽ പലതും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്.
അതുപോലെ തന്നെ എണ്ണ ചൂടാകുമ്പോൾ ഫ്ലെയിം ആദ്യം തന്നെ കുറച്ച് വയ്ക്കുക, ഇല്ലെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ നമ്മൾ ഇടുന്ന കാര്യങ്ങൾ കരിഞ്ഞു പോകും. ഇതൊക്കെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞത്. ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാം. ഒരു കട്ട്ലറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട്ട്ലറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ എണ്ണയുടെ ചൂട് ഒന്ന് കുറയും. അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട്ലറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കട്ട്ലറ്റിൻ്റെ പുറം വേഗം കരിയും, ഇൻസൈഡ് കുക്കാവില്ല. ഇതിലിപ്പോൾ നമ്മൾ പച്ചമുളകും ഇഞ്ചിയും സവോളയും കുക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് കുക്കായി വരണം. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പിന്നീട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ തന്നെ ചെയ്യണം. ഈ കട്ട്ലറ്റ് ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ കട്ട്ലറ്റ് പോലെയുള്ള ചില കട്ട്ലറ്റ്സ് നമുക്കിപ്പോൾ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം, കുഴപ്പമില്ല, ഒരു ടേസ്റ്റ് തന്നെ കിട്ടും. പക്ഷേ ഈ ഒരു കട്ട്ലറ്റ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കട്ട്ലറ്റിൻ്റെ. അതുപോലെ തന്നെ നമ്മൾ കട്ട്ലറ്റ് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിടാൻ ശ്രമിക്കരുത്. 2 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് തിരിച്ചിടുക. സാധാരണ നമ്മൾ മറ്റുള്ള കട്ട്ലറ്റ് ചെയ്യുമ്പോൾ എല്ലാം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തിട്ടാണ് കട്ട്ലറ്റ് ആക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ മുട്ടയിലും എല്ലാം ഡിപ്പ് ചെയ്യണം. ഇതങ്ങനെയൊന്നും വേണ്ട. ഇത് നമ്മൾ ബ്രെഡ് തന്നെ ഇതുപോലെ കുഴച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം. നമ്മുടെ കട്ട്ലറ്റിൻ്റെ കളർ ഇതുപോലെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറിൽ നമ്മൾ എണ്ണയിൽ നിന്ന് മാറ്റിയാൽ കുറച്ച് സമയം കഴിയുമ്പോൾ കട്ട്ലറ്റിൻ്റെ കളർ ഒന്നുകൂടി ഒന്ന് ചേഞ്ച് ആവും. ഇല്ലെങ്കിൽ നമ്മുടെ സവാളയൊക്കെ കരിഞ്ഞു പോകും. ഈ ഒരു ഷെയ്ഡ് ആകുമ്പോൾ തന്നെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ. സവാളയും പച്ചമുളകും ഒക്കെ നമ്മൾ കുക്ക് ചെയ്യാതെ ഇട്ടതുകൊണ്ട് അത് എണ്ണയിൽ കിടന്നിട്ട് കരിഞ്ഞു പോരുത്. ഇനി വീണ്ടും നമ്മൾ അടുത്ത ബാച്ച് ഇടുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ ഇട്ട് തുടങ്ങുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റ് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പുറം ചെറുതായിട്ട് ക്രിസ്പിനെസ് ഉണ്ട്, പക്ഷെ അകത്ത് വളരെ സോഫ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ മിക്കവാറും എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളതാണ്. ബ്രെഡ് ആണെങ്കിലും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് സമയമുള്ളപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ്. കുട്ടികൾക്കാണെങ്കിലും ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കാനായിരിക്കും താല്പര്യം ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ചെറിയ ചൂടോടുകൂടി ടൊമാറ്റോ സോസിൻ്റെ കൂടെ ചേർത്തിട്ട് തന്നെ കഴിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്